PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി GKയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള GK ക്ലാസ്സസ് എല്ലാം CSEB GK ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഭാരത് അവാർഡ് നേടിയ ആദ്യ സിനിമാ നടൻ. ഭാരത് അവാർഡ് നേടിയ ആദ്യ സിനിമാ നടൻ. ഉത്തരം PJ ആൻ്റണി. ആദ്യത്തെ ഭാരത് അവാർഡ് ജേതാവാണ് PJ ആൻ്റണി. ഉർവശി അവാർഡ് നേടിയ ആദ്യ സിനിമാ നടി ശാരദ. നിർമാല്യം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് PJ ആൻ്റണിക്ക് ഭാരത് അവാർഡ് ലഭിക്കുന്നത്. MD വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതിയാണ് നിർമാല്യം എന്ന സിനിമയായത്. അടുത്ത ചോദ്യം, എന്നെ തിരയുന്ന ഞാൻ ആരുടെ ആത്മകഥയാണ്? എന്നെ തിരയുന്ന ഞാൻ ആരുടെ ആത്മകഥയാണ്? ഉത്തരം P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് എന്നെ തിരയുന്ന ഞാൻ. നമുക്കറിയാം, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P. കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. O. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. കേരളത്തിൽ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകാര്യം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേരളത്തിൽ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി കോങ്കോ റിവർ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദിയാണ് കോങ്കോ റിവർ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. ഭൗമദിനം ഏപ്രിൽ 22. ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 മാർച്ച് 22 ജലദിനം, ഏപ്രിൽ 22 ഭൗമദിനം, മെയ് 22 ജൈവ വൈവിധ്യ ദിനം. നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്. നവംബർ 14. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റാണ്. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. HTMLൻ്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. ഉത്തരം 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, ഏറ്റവും വലുത് ഫീമർ അല്ലെങ്കിൽ തുടയലാണ്. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം വാളയാർ. കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട്.
കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരാണ്. പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്ന വർഷം. പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്ന വർഷം 1995. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഉത്തരം പൂക്കോട് തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണ്. പൂക്കോട് തടാകം, എടയ്ക്കൽ ഗുഹ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. 7 ഭാഷകളാണ് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കാസർഗോഡ് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻസ് ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കി, വയനാട്. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക്. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തേത് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം നക്ഷത്ര ആമകൾക്കും ചാമ്പൽ മലയെണ്ണാനും പേരുകേട്ട വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് പാമ്പാർ. പാമ്പാർ, ഭവാനി, കബനി ഈ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി, ഏറ്റവും ചെറുത് പാമ്പാർ. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും പഠിച്ചു വെക്കേണ്ടതാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കൊഹിമ. കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം. കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1956. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന അതേ ഡേറ്റിലാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. മാലി ആരുടെ തൂലികാനാമമാണ്? മാലി ആരുടെ തൂലികാനാമമാണ്? ഉത്തരം മാധവൻ നായർ. തൂലികാനാമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. മാലി മാധവൻ നായരുടെ തൂലികാനാമമാണ്. കോവിലൻ VV അയ്യപ്പൻ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ, കോവൂർ മാത്യു ഐപ്പ്, ഇടമറുക് TC ജോസഫ്, ഏകലവ്യൻ KM മാത്യൂസ്. പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ്. പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ് കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 നരേന്ദ്രമോദി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആർക്കിടെക്ടറാണ് ബിമൽ പട്ടേൽ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യം അവതരിപ്പിച്ച ബില്ല് വനിതാ സംവരണ ബില്ല്. ലോക്സഭാ ചേംബറിൻ്റെ ആകൃതി മയിലിൻ്റെ ആകൃതിയിലും രാജ്യസഭാ ചേംബറിൻ്റെത് താമരയുടെ ആകൃതിയിലുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ എക്സാം എഴുതുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്.